ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ആന്റിജൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എങ്ങനെയെന്ന് കാണാൻ വേണ്ടി പോവാണ്. സോ ആന്റിജൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി നമ്മൾ എങ്ങനെ കാണുന്നു പോകുന്നതിന്റെ മുന്നേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആന്റിജൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ക്യാപിറ്റൽ സിറ്റിന്ന്, അതായത് നമ്മുടെ താഷ്കണ്ട് എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് ഒത്തിരി പോകേണ്ട ഒരു സ്ഥലമാണ്. അതായത് ഏതാണ്ട് ഒരു 7 മണിക്കൂറോളം നമ്മളെ താഷ്കണ്ട് ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് യാത്ര ചെയ്താൽ എത്താൻ പോകുന്ന ഒരു സ്ഥലമാണ് ആന്റിജൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ആന്റിജൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. ഈ ഉസ്ബെക്കിസ്ഥാന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, ഒരുപാട് നെൽവയലുകളും പാടങ്ങളൊക്കെയാണ് ഉസ്ബെക്കിസ്ഥാനുള്ളത്. സോ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു കംപ്ലീറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി എന്നൊന്നും പറയാൻ പറ്റൂല. ക്യാപിറ്റൽ സിറ്റി ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആണ്. ക്യാപിറ്റൽ സിറ്റി അല്ലാത്ത ഫോർ എക്സാമ്പിൾ ബുഹാറ, സമർഖണ്ഡ്, ആന്റിജൻ, ഫെർഗാന എന്നീ പറയുന്ന സ്ഥലങ്ങളെല്ലാം അത്യാവശ്യം ഒരു ഉള്ളേരിയ കൂടെ കടന്നു പോയിട്ട് വേണം യൂണിവേഴ്സിറ്റിയിലോട്ട് എത്താൻ. പക്ഷെ യൂണിവേഴ്സിറ്റി മറ്റു കാര്യങ്ങളൊക്കെ വിശാലമാണെന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് നിങ്ങൾക്കൂടിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വ്ളോഗ് ചെയ്തത്. സോ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് കിടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ആന്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിലാണ്. സോ നാട്ടിൽ നിന്നുള്ള ഒത്തിരി കുട്ടികളുടെ എൻക്വയറിയാണ് ഈ ആന്റിജൻ യൂണിവേഴ്സിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. സോ നമ്മൾ ആന്റിജൻ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടി പോവാണ്. സോ ആന്റിജൻ എന്ന് പറഞ്ഞത് നമ്മൾ താഷ്കണ്ട് സിറ്റിയിൽ നിന്ന് ഒരു 6-7 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളൊരു ഗ്രാമപ്രദേശം കടന്നിട്ടാണ് വരിക. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ടൗണാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ സൈഡ് നോക്കി ഒത്തിരി, അതായത് ഒരു 3 ലൈൻ റോഡൊക്കെ പോകുന്ന അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആന്റിജൻ. ആന്റിജൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ ആന്റിജനിൽ സ്വന്തമായിട്ട് എയർപോർട്ട് ഉണ്ട്. സോ നമുക്ക് സ്റ്റുഡൻസിന് ഇവിടെ ഫെർഗാനയിലോ അല്ലെങ്കിൽ ആന്റിജനിലോ വന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഫെർഗാന യൂണിവേഴ്സിറ്റി ഇവിടുന്ന് 1 hour ഡിസ്റ്റൻസിലാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ പാർക്കും പിന്നെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുന്നിൽ നമുക്കൊരു പുഴ മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ കവാടത്തിലോട്ട് കയറി പോവുകയാണ്. നമ്മൾ ആന്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കവാടം കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ട് എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും യൂണിവേഴ്സിറ്റിയുടെ ഒരു ബിൽഡിങ്. പിന്നെ യൂണിവേഴ്സിറ്റി ഒരു പാർക്കിൻ്റെ ഉള്ളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതായത് യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുന്നിൽ തന്നെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആണ് ആന്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. സോ ആന്റിജനിലോട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു യുക്രൈൻ വാറിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇങ്ങോട്ട് വരൽ തുടങ്ങിയത്. എന്നിരുന്നാലും ആന്റിജൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒത്തിരി വിദ്യാർത്ഥികൾ, കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസും പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും എല്ലാം പഠിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ വന്നത് കവാടാണ്. ഇത് മെയിൻ എൻട്രൻസ്. നമുക്ക് കാണാൻ പറ്റും വളരെ ഹൈറ്റിൽ, അതായത് ഒരു 2 നില ഹൈറ്റിലൊക്കെ ആന്റിജൻ ഡെവിലിയാർഡ് ടിബിയോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഇതാണ് നമ്മളെ ആന്റിജൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. സോ നമുക്ക് ആന്റിജൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലോട്ട് പോകാം. ക്യാമറാമാൻ ചുറ്റോറൊന്ന് കാണിക്കൂ. നിങ്ങൾ ആന്റിജൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻസും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആൾറെഡി ലാസ്റ്റ് ഇയറും സ്റ്റുഡൻസ് ഉണ്ട്, ഈ വർഷം ഇൻടേക്കിലോട്ട് സ്റ്റുഡൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് ആന്റിജൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാം. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മുടെ ഫേസ് അൺലോക്ക് ചെയ്തിട്ടാണ് കയറേണ്ടത്. ഫേസ് അൺലോക്ക് ചെയ്ത് കയറിയതിന് ശേഷം ആന്റിജൻ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലിലുള്ള ഫ്ലോറിലോട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്, അതായത് ഗ്രൗണ്ട് ഫ്ലോർ. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും യൂണിവേഴ്സിറ്റിയുടെ ഒരു ലോബി. ഈ ലോബിയാണ് നമ്മൾ ആദ്യം കാണാൻ പറ്റുക. ഇവിടെ രജിസ്റ്റർ ഓഫീസ്, അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള രജിസ്ട്രേഷൻ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ലൊരു കോഡ്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ ആന്റിജൻ യൂണിവേഴ്സിറ്റിയുടെ ഇൻറ്റീരിയർ കാണുകയാണ്. സോ ഇപ്പോൾ നമ്മൾ ആന്റിജൻ്റെ ക്യാൻറ്റീൻ്റെ ഉള്ളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഈ നോട്ട് നോക്കി, 20,000 രൂപയുടെ ഒറ്റ നോട്ട്. ഇതുകൊണ്ടാണ് നമ്മൾ വെള്ളം വാങ്ങാൻ പോകുന്നത്. ഇവിടെ നമുക്ക് റഷ്യൻ ലാംഗ്വേജ് ഉപയോഗിക്കാം, ഉസ്ബെക്ക് ലാംഗ്വേജ് ഉപയോഗിക്കാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കാം. ദിസ് ഈസ് 20,000 ഐ എം ഗിവിങ് ഹിം. അതായത് നമ്മൾ 20,000 ആണ് കൊടുക്കാൻ പോകുന്നത്. കണ്ടറിയാം ബാക്കി എത്ര വരുന്നു. $20,000 നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് 5,000, അടുത്ത 5,000, അടുത്ത 5,000. സോ 15,000 പ്ലസ് 2,000, 17,000. ഗൈസ്, ഈ ബോട്ടിൽ ഓഫ് വാട്ടറിന് 3,000 സോമാണ്. ഓക്കെ,
സോ നമ്മൾ 3000 സോമ് എടുത്തിട്ട് ഒരു കുപ്പി വെള്ളം മേടിച്ചിരിക്കുന്നു. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ 3000 സോമ് എന്നല്ലേ? ആരും നെഗറ്റിവിറ്റി വിചാരിക്കേണ്ട. 3000 സോമ്, ഉസ്ബെക്കിസ്ഥാൻ സോമ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പിക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മളെ നാട്ടിലത്തെ ഒരു 15 രൂപ 18 രൂപ ഒക്കെ ഉള്ളൂ വരുള്ളൂ. അങ്ങനെ ഇനി നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഈ വന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് അത്യാവശ്യം ലേറ്റാണ്. കാരണം ഞാൻ താഷ്കണ്ടിൽ നിന്ന് ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ രണ്ടാമത് വന്നത് വീഡിയോക്ക് വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ അത്യാവശ്യം നെസസിറ്റി ഉള്ള സമയമാണല്ലോ. സോ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ അത്യാവശ്യം ഫെർഗാന കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ഡിലേ ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു 5 മണി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ കുട്ടികളൊന്നുമില്ല. കുട്ടികളൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ അതുകൊണ്ട് ഒരു സൗകര്യമുണ്ട്, നമുക്ക് വളരെ ഈസി ആയിട്ട് വീഡിയോ യൂണിവേഴ്സിറ്റിയുടെ പകർത്താം. പക്ഷേ ആൾക്കാരൊന്നും കാണില്ല, കാരണം നമ്മൾ വൈകിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലെ ക്ലാസ് റൂംസിലാണ് കയറിയിട്ടുള്ളത്. ഇവിടെ ക്ലാസ് റൂംസിന് ഓഡിറ്റോറിയം എന്നാണ് പറയുക. അപ്പോൾ ക്ലാസ് റൂംസ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഓരോ ക്ലാസ് റൂംസും ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ക്ലാസ് റൂംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ നാട്ടിലത്തെ ഓരോ യൂണിവേഴ്സിറ്റികൾ ഒരു ക്ലാസ്സിൽ 60 പേരും 50 പേരും 120 പേരൊക്കെ വെച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഓരോ ക്ലാസ്സും കുഞ്ഞേതാണ്. ഒരു ക്ലാസ്സിനകത്ത് 12 പേര് മാത്രമാണ് ഉണ്ടാകുന്നത്. സോ ഈ 12 പേര് മാത്രം പഠിക്കുന്ന ഓരോ ക്ലാസ് റൂമിലാകുമ്പോൾ ഒരു ടീച്ചറിന് ഏറ്റവും നന്നായിട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ട്യൂഷൻ സെൻറ്ററിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്, വളരെ കുറച്ച് പേർക്ക് കോൺസെൻട്രേഷനായിട്ട് ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അതുപോലുള്ള കെയറിങ് ഓരോ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റും റെക്ടറിൻ്റെ ഓഫീസാണ്. നമ്മളെ നാട്ടിൽ റെക്ടർ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഡൗട്ടാട്ടോ. നമ്മളെ നാട്ടിൽ പ്രിൻസിപ്പാളൊക്കെയാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നത്. പിന്നെ മെഡിക്കൽ കോളേജിൽ നമ്മളെ നാട്ടിൽ റെക്ടർ ഉണ്ട് തോന്നുന്നു. സോ റെക്ടറാണ് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലുള്ള ആൾ. സെക്കൻഡ് പൊസിഷനിലായിരിക്കും ഡീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടാവുക. സോ 1-2 ഡീനൊക്കെ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവും, പക്ഷേ റെക്ടർ ഒന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒരു വി ഷേപ്പ്, അതായത് രാജകീയമായിട്ടുള്ള ഒരു വീതിയിലൂടെയാണ് നമ്മൾ 3ാമത്തെ നിലയിലോട്ട് പോകുന്നത്. പഴയ ഒരു യൂണിവേഴ്സിറ്റിയാണ്, അതായത് വളരെ പഴക്കം ചെന്നിട്ടുള്ള USSRൻ്റെ കാലത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ ആ രീതിയിലുള്ള പഴക്കമൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റിനെ കാണാം. സോ യൂണിവേഴ്സിറ്റി അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആണ്, അതായത് അത്യാവശ്യം MBBS സ്റ്റുഡൻസിനെ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് തന്നെയുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇനി നമുക്ക് ഈ കോറിഡോറിലൂടെ ഇങ്ങനെ നടക്കാം. നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് അറിയോ, കുട്ടികളൊന്നും കാണിക്കാൻ കഴിയൂല. അപ്പോൾ നമുക്ക് ക്യാമ്പസ് നല്ല രീതിയിൽ കാണാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എത്തണം എന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ, പക്ഷേ താഷ്കണ്ടിൽ നിന്ന് 6-7 മണിക്കൂർ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഡിലേ ആയിട്ട് എത്തേണ്ടി വന്നു. ഇപ്പോൾ നമുക്കൊരു റൂമുണ്ട്, അത് ഓപ്പൺ ആക്കി നോക്കാം. മേ ബി ഓപ്പൺ ആകും, ഇല്ല, യൂണിവേഴ്സിറ്റീസൊക്കെ റൂംസൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ താഴെ നിങ്ങൾക്ക് നമ്മളെ റെക്ടറുടെ റൂം കാണിച്ചു തന്നു. ഇത് ഡെക്കാനേറ്റ് എന്ന് പറയും, ഡീൻ എന്നാണ് പറയുക. സോ ഡീനിനുള്ള വേറെ പേരാണ് ഡെക്കാനേറ്റ്. ഞാൻ വേറൊരു ഇൻഫർമേഷൻ ഒന്ന് തരാം. നമ്മളെ നാട്ടിൽ ഡീൻ എന്ന് പറഞ്ഞിട്ട് ഡീൻസ്, നമ്മളെ നാട്ടിൽ പ്ലൂരലാകുമ്പോൾ എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ എന്നാണെങ്കിൽ എസ് എടുത്തിട്ട് കമ്പ്യൂട്ടേഴ്സ് എന്നാക്കും അല്ലേ. ഇവിടെ നോക്കി നോക്കൂ, ഡെക്കാനേറ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്തൊരു ഐ ഇട്ടിട്ടുണ്ട്. ആ ഐ ആണ് ഇവിടെ പ്ലൂരൽ ഫോം. സോ ഡെക്കാനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെക്കാൻ, അതായത് ഒരു ഡീൻ, അതായത് റെക്ടറിൻ്റെ തൊട്ട് താഴെയുള്ള ആൾ. ഡെക്കാനേറ്റ് എന്ന് പറയുമ്പോഴോ ഒരുപാട് ഡീൻ, അപ്പോൾ ഡീൻസ് ഇരിക്കുന്ന ഓഫീസാണ് അത്. ഇനി നമുക്ക് ഇങ്ങനെ ഈ കോറിഡോറിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റും നല്ല രീതിയിൽ. അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു റിനോവേഷൻ നടക്കുകയാണ്. അതായത് 2025 ബാച്ച് കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിജൻ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രീസ്. ഞാൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പാർക്ക് കാണിച്ചു തന്നില്ല, പാർക്ക് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ആ ഒരു പാർക്ക് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ആൻറ്റിജൻ യൂണിവേഴ്സിറ്റി. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അടുത്ത സെക്ഷനിലോട്ട് എത്താം. അതായത് ഇതൊരു ഷേപ്പ് ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ തിരിച്ചെത്താൻ പറ്റും. ആൻറ്റിജൻ യൂണിവേഴ്സിറ്റിൻ്റെ ക്ലിനിക്കൽ ഒബ്സർവേഷനും സംബന്ധമായിട്ട് കഴിഞ്ഞ കുട്ടികളിലൊക്കെയാണ്. സോ ക്ലിനിക്കൽ പ്രാക്ടീസസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. സോ ഇതിനകത്ത് റിയൽ ബോഡീസ് കാണാം, അല്ലെങ്കിൽ റിയൽ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരായിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് കോൺഫറൻസ് റൂംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ യൂണിവേഴ്സിറ്റിയൊക്കെ 2025 കുട്ടികളെ വെൽക്കം ചെയ്യുന്ന സംബന്ധമായിട്ട് എന്ത് ചെയ്യാണ്, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഓരോ കാഴ്ചകൾ, അകക്കാഴ്ചകൾ. ഇനി നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. സോ ഇനി ഇതേപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്സും റൂംസും ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ആൻറ്റിജൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ നമുക്ക് ഇനി പുറത്തത്തെ കാഴ്ചകളിലോട്ടോ പോകാം. ഓക്കെ ബ്രാ, ബൈ ബൈ. ഓക്കെ ബൈ. സോ നമ്മൾ ആൻറ്റിജൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞു. സോ ആൻറ്റിജൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെയിൻ ബിൽഡിംഗ് ആണ്, അക്കാഡമിക് ബിൽഡിംഗ് ആണിത്. ഇനി ഹോസ്പിറ്റൽസും മറ്റു കാര്യങ്ങളൊക്കെ ഈ റോഡിൻ്റെ അപ്പുറത്തെ വശത്തിലാണുള്ളത്. ഫസ്റ്റ് ഇയറിൽ വരുന്ന സ്റ്റുഡൻസിന് അത്ര ക്ലിനിക്കൽ എക്സ്പോസർ കാര്യമില്ലാത്തത് കൊണ്ട് കൂടുതൽ ഇവിടെ വെച്ചിട്ടാണ് ക്ലാസ്സസ് നടക്കുക. സെക്കൻഡ് ഇയർ ആവുന്നതോട് കൂടിയിട്ട് നമ്മളുടെ തിയറി ക്ലാസ്സസ് ഇവിടെയും പിന്നെ നമ്മളുടെ ക്ലിനിക്കൽ ക്ലാസ്സസ് പുറത്തുമാണുള്ളത്. നമ്മളെ 3000 സോമിൻ്റെ വെള്ളം തീരാറായിട്ടുണ്ട്. സോ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു സമയത്ത് വന്നത് ആക്ച്വലി ഒരു നെഗറ്റിവിറ്റി ഉണ്ട്, എന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ആ ഒരു റഷ് കാണാൻ പറ്റില്ല. കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ ആൾറെഡി 6 മണി കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. സോ 5 മണിക്ക് യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നടന്നു പോവാണ്. കമർ ചോപ്പ как дела? Как дела? Хорошо. Хорошо? У вас? По вас? Хорошо? Хорошо. ഓക്കെ, അങ്ങനെ നമ്മൾ പോവുകയാണ്. സോ ഇവിടുത്തെ ഒക്രാനാണ്, ഇവിടെ സെക്യൂരിറ്റിക്ക് നമ്മൾ പേര് പറയുക ഒക്രാന എന്നാണ്. റഷ്യയിലും ഇതിലൊക്കെ പറയും. ഇവിടുത്തെ മെഡിക്കൽ സയൻസ് ക്ലാസ് എടുക്കുന്നതൊക്കെ 100% ഇംഗ്ലീഷിലാണ്. അതിൻ്റെ കാര്യത്തിലൊന്നും ആർക്കും ഡൗട്ട് വേണ്ട. സോ ഇതിനകത്ത് തന്നെ ഈ ഉസ്ബെക്കി നോർമൽ സ്റ്റുഡൻസും പിന്നെ നമ്മളുടെ ഉസ്ബെക്കി നോർമൽ സ്റ്റുഡൻസും പിന്നെ പോരാത്തതിന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ഉണ്ടാവും. സോ ഉസ്ബെക്ക് ലാംഗ്വേജിലും ക്ലാസ്സസ് എടുക്കും, ഇൻ്റർനാഷണൽ ലാംഗ്വേജിലും ക്ലാസ്സസ് എടുക്കും. ബട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് 100% ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ക്ലാസ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾ MBBS പഠിച്ചാലുള്ള എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നാട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. സോ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഗേറ്റൊക്കെ കണ്ടു നോക്കുക. നമ്മുടെ മെഡിക്കലിൻ്റെ ഒരു എംബ്ലം നല്ല രീതിയിൽ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇനി നമ്മളിങ്ങനെ പുറത്തോട്ട് പോവുകയാണ്. സോ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണെന്നാണ്. ഇത് സെക്യൂരിറ്റിയുടെ ആണ്. ഇപ്പോൾ സെക്യൂരിറ്റീസൊക്കെ ജോലി നിർത്തിയിട്ട് തിരിച്ചു കയറി പോണ തിരക്കിലാണ്. യൂണിവേഴ്സിറ്റിയുടെ പുറത്ത്, യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ 3000-ന് വെള്ളം മേടിച്ചത്. ഇനി നമ്മളിങ്ങനെ പുറത്തോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഏരിയാസാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ, അതായത് ആൻറ്റിജൻ ഡെവ്ലിയ ടിബ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു നമ്മൾ ഈ കവാടത്തിലൂടെ പോയത്. വളരെ വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലേ, വളരെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ ഈ ഒരു ആൻറ്റിജൻ യൂണിവേഴ്സിറ്റി വേണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻറ്റിജൻ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആൻറ്റിജൻ യൂണിവേഴ്സിറ്റി താഷ്കണ്ട് ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് കുറച്ച് യാത്ര ചെയ്തെത്തേണ്ട സ്ഥലമാണെന്നേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി മറ്റു കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, കൊള്ളാവുന്ന യൂണിവേഴ്സിറ്റിയാണ്. സോ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ അക്കാഡമിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറേ രീതിയിലുള്ള പ്രാക്ടിക്കൽസും മറ്റു കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇയേഴ്സിനുണ്ട്. ഫസ്റ്റ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ഇയർ മുതൽ ക്ലിനിക്കൽ എക്സ്പോസർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ക്ലിനിക്കൽസ് സജ്ജീകരിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ അവിടെ കയറാൻ പറ്റുന്നില്ല, കാരണം ഇപ്പോൾ കുട്ടികൾക്ക് വരുന്ന സംബന്ധമായിട്ട് ഹോസ്പിറ്റലിൻ്റെ പുതിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അത് റിനോവേഷൻ ആണെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ഈ ആൻറ്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. സോ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഒത്തിരി ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ള തിരക്കുള്ള ഒരു സിറ്റി തന്നെയാണ്. സോ ഇവിടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള, അതായത് സ്റ്റുഡൻസിന് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ കോപ്പി എടുക്കാനും പഠിക്കുന്ന സംബന്ധമായിട്ടുള്ള വേറെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഫാർമസി കാണാം, പിന്നെ മാർക്കറ്റ് കാണാൻ പറ്റും, സൂപ്പർ മാർക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റ് തന്നെ അത്യാവശ്യം വലിയൊരു സിറ്റിയാണുള്ളത്. സോ നമുക്കിവിടെ കാണാൻ പറ്റും സലാം ക്ലിനിക്ക്, അതേപോലെ ഒരുപാട് ലബോറട്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലും വരുന്നത്. സോ ആൻറ്റിജൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആൻറ്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് നിങ്ങൾ ആൻറ്റിജനിലോട്ട് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ.